With due respect, I invite all our distinguished dignitaries to kindly step into the stage and occupy their seats on the dais. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. A warm welcome sets the tone for any celebration. Now I welcome Mr. Noor, the Management Council Coordinator, to deliver the welcome address. Assalamu alaikum wa rahmatullahi wa barakatuh. A warm good morning to all. Ripples Kindergarten Holistic Montessori School in there. 2025-26 അക്കാദമിക വർഷത്തെ ആനുവൽ ഡേ പലേറ്റ 25-26 പരിപാടികൾക്ക് വേണ്ടി ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഏറ്റവും പ്രിയം നിറഞ്ഞ ഞങ്ങളുടെ രക്ഷിതാക്കൾ, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള വേദിയിലും സദസ്സിലുമൊക്കെ ഉപവിഷ്ടരായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ, അൽ ഹറമൈൻ ഇംഗ്ലീഷ് സ്കൂളിലെയും റിപ്പിൾസ് കിൻഡർഗാർട്ടനിലെയും നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, വിദ്യാർത്ഥിനികളെ, മാധ്യമ സുഹൃത്തുക്കൾ, സഹോദരന്മാരെ, PTA ഭാരവാഹികളെ, എല്ലാവരിലും ദൈവത്തിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. തുർക്കി ഭാഷയിലുള്ള വളരെ പ്രധാനപ്പെട്ട ഫിലിമുകൾ നമ്മൾ കാണാറുണ്ട്. അതിൽ ഈ അടുത്ത് വന്നൊരു ഫിലിമിൽ ഒരു അധ്യാപകൻ്റെ പ്രമേയം വിഷയമാക്കി ഒരു ഫിലിം കാണാനിടയായി. തീർത്തും ഗ്രാമ അവസ്ഥയിലുള്ള നാഗരിക സ്വഭാവങ്ങളൊന്നുമില്ലാത്ത ഒരു ഗ്രാമത്തിലേക്ക് ഒരു അധ്യാപകനെ നിയോഗിക്കുകയാണ്. അയാളുടെ ഉത്തരവാദിത്വം അവിടെ സ്കൂൾ തുടങ്ങണം, സ്കൂൾ തുടങ്ങിയിട്ട് അവിടെ വിദ്യാഭ്യാസം ആരംഭിച്ച് കുട്ടികളെ പഠിപ്പിക്കണം. അദ്ദേഹം സ്കൂൾ തുടങ്ങി, പഠനമൊക്കെ ആരംഭിച്ചു.
അദ്ദേഹത്തിൻ്റെ താമസവും ആ സ്കൂളിൽ തന്നെയാണ്. കഥയിൽ ഒരു കഥാപാത്രമുണ്ട്. അവൻ അല്പം മന്ദബുദ്ധിയായ ഒരു കുട്ടിയാണ്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയല്ല, ആ ഗ്രാമത്തിലൊരു കുട്ടിയാണ്. അവൻ്റെ ജോലി കുതിരയിൽ ആളുകളെ സവാരി ചെയ്യിക്കലാണ്. അവനീ ലോകത്ത് ആകെ അറിയുന്നത് കുതിര സവാരി മാത്രമാണ്. കുതിരക്ക് അവനെയും നന്നായിട്ട് അറിയാം. മാഷ് വൈകുന്നേരത്തെ സമയങ്ങളിൽ ഈ മന്ദബുദ്ധിയായ കുട്ടിയെ പഠിപ്പിക്കും. അങ്ങനെ പഠിപ്പിച്ച് വൈകുന്നേരം അവന് അലിഫ്, ബ, ത, സ അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ പഠിപ്പിച്ചു. അവൻ സ്വന്തം പേരെഴുതാൻ പഠിച്ചു. അച്ഛൻ്റെ, അമ്മയുടെ, ഉമ്മയുടെ പേരൊക്കെ അവൻ വൃത്തിയായിട്ട് എഴുതും. ഇപ്പം രാത്രിയിൽ സ്കൂളിൻ്റെ ഈ അരണ്ട വെളിച്ചത്തിലായി പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ഒരു ദിവസം കഥയിൽ ഈ മന്ദബുദ്ധിയായ കുട്ടിയുടെ പിതാവ് ആ സ്കൂളിൻ്റെ സമീപത്ത് കൂടി രാത്രി കടന്നു പോകുന്ന ഒരു ദൃശ്യമുണ്ട്. ഇപ്പം പിതാവിൻ്റെ സുഹൃത്തിന്, കൂട്ടുകാരനോട് തൻ്റെ മകനെ പഠിപ്പിക്കുന്ന അധ്യാപകനെ കുറിച്ച് ഈ രക്ഷിതാവ് പറയുന്ന ഒരു കമൻ്റ് ഉണ്ട്, ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അദ്ദേഹം പറയുന്നത്, ഈ അധ്യാപകൻ ഹൃദയത്തിൽ കണ്ണുള്ള അധ്യാപകനാണ്. അദ്ദേഹം എൻ്റെ മകനെ ഹൃദയത്തിൽ നിന്നാണ് പഠിപ്പിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അൽ ഹറമൈൻ ഇംഗ്ലീഷ് സ്കൂളും റിപ്പിൾസ് കിൻഡർഗാർട്ടനും നമ്മൾ ഷെയ്പ്പ് ചെയ്തിരിക്കുന്നത് ഹൃദയത്തിൽ നിന്ന് പഠിപ്പിക്കുന്ന അധ്യാപകരുള്ള ഒരു പള്ളിക്കൂടം എന്നതാണ് നമ്മുടെ സങ്കല്പം. ഇവിടുന്ന് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾ അവർ ഹൃദയത്തോട് സംവദിക്കുന്നവരാകണം എന്നത് അൽ ഹറമൈൻ്റെ മാനേജ്മെൻറ്റിൻ്റെ മോട്ടീവാണ്, നമ്മുടെ നിർബന്ധമാണ്. ഒരു വേള പുതിയ തിയറി പ്രകാരം നമ്മളെങ്ങനെ ചിന്തിക്കുന്നു എന്നതിൻ്റെ ഉത്തരം പോലും ഹൃദയം ഉപയോഗിച്ച് ചിന്തിക്കുന്നു എന്നിടത്തേക്ക് പുതിയ ന്യൂറോ സയൻസ് വികസിച്ചിട്ടുണ്ട്. തലച്ചോറിൽ നിന്ന് ഹൃദയത്തിലൂടെ മാത്രമാണ് ചിന്തകൾ പുറത്തേക്ക് വരിക എന്നത് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. നമ്മുടെ റിപ്പിൾസ് കിൻഡർഗാർട്ടനിലെ വിദ്യാർത്ഥികൾ രാവിലെ റിപ്പിൾസിലേക്ക് കടന്നു വരുമ്പോൾ ലോകത്ത് മറ്റേത് വിദ്യാലയങ്ങൾക്കും വ്യത്യസ്തമായിക്കൊണ്ട് റിപ്പിൾസിലെ അധ്യാപകർ നമ്മളെ വിദ്യാർത്ഥികളെ അങ്ങോട്ട് വിഷു ചെയ്യും. ഗുഡ് മോർണിംഗ്, അസ്സലാമു അലൈക്കും, ഹൗ ആർ യു എന്ന് വിദ്യാർത്ഥികളെ അങ്ങോട്ട് വിഷു ചെയ്യുന്ന, ബഹുമാനിക്കുന്ന, വിദ്യാർത്ഥികൾക്ക് റെസ്പെക്റ്റ് കൊടുത്ത് റെസ്പെക്റ്റ് തിരിച്ചു കൊടുക്കണം എന്ന് പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ആശയം പങ്കുവെക്കുന്ന സ്ഥാപനമാണ് റിപ്പിൾസ് കിൻഡർഗാർട്ടൻ. വൈ ഹറമൈൻ? എന്താണ് ഹറമൈൻ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നതെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് തരാനുള്ള മറുപടി ഇതുമാത്രമാണ്. ലോകത്തിൻ്റെ നെറുകയിൽ അൽ ഹറമൈൻ ഇംഗ്ലീഷ് സ്കൂളിലെ ഹേബൽ എന്ന് പറഞ്ഞ വിദ്യാർത്ഥി, അദ്ദേഹം സ്കൂളിൽ വരാറില്ല എങ്കിൽ പോലും ഞങ്ങളുടെ വിദ്യാർത്ഥിയാണ്. അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ സാധിക്കും, ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ശാസ്ത്ര ഗവേഷണ സ്ഥാപനത്തിൽ പഠിക്കാൻ അഡ്മിഷൻ കിട്ടുന്ന, വലിയ തുകയിൽ സ്കോളർഷിപ്പ് ലഭിക്കുന്ന ഒരു വിദ്യാർത്ഥി പഠിക്കുന്ന ഒരു പള്ളിക്കൂടത്തിൽ നിന്ന് എന്താണ് അൽ ഹറമൈന് ലോകത്തിന് സംഭാവന ചെയ്യാനുള്ള മോട്ടീവ്, ഞങ്ങളുടെ സന്ദേശം, മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കൊടുക്കാനുള്ളത് ഈ ഒരു സന്ദേശം മാത്രമാണ്. ഞങ്ങളുടെ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗത്തുള്ള അൽ ഹറമൈൻ്റെ അലുമിനികൾ, ഇവിടെ പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികൾ അതിന് സാക്ഷികളാണെന്നാണ് അൽ ഹറമൈൻ മനസ്സിലാക്കുന്നത്. നമുക്ക് മറ്റ് പരസ്യങ്ങളില്ല. എൻ്റെ മുമ്പിലിരിക്കുന്ന രക്ഷിതാക്കളും ഇവിടെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുമാണ് അൽ ഹറമൈൻ്റെ പരസ്യപ്പലകകൾ. അതുകൊണ്ട് എനിക്ക് എൻ്റെ രക്ഷിതാക്കളോട് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ ഈ സ്കൂളിനെ പ്രചരിപ്പിക്കണം. ഇവിടുന്ന് കിട്ടുന്ന മൂല്യങ്ങളെ നിങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്യണം. നിങ്ങളാണ് ഞങ്ങളുടെ ബ്രാൻഡ് അംബാസഡേഴ്സ്. നിങ്ങളും നമ്മുടെ വിദ്യാർത്ഥികളുമാണ് സ്കൂളിൻ്റെ മൂലധനം. 25 വർഷം കഴിഞ്ഞ നമ്മുടെ സ്ഥാപനം അതിൻ്റെ പുതിയ ചുവടുവെപ്പിലേക്ക് അത് പ്രവേശിക്കുകയാണ്. അതിൻ്റെ വളർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ സ്കൂളിൻ്റെ വളർച്ചയുടെ ഒരു സുപ്രധാനമായ ഘട്ടത്തിലാണ് നമ്മൾ ബ്രെയിനി സ്റ്റാർസ് ഇൻ്റർനാഷണൽ ഹോളിസ്റ്റിക് മോണ്ടിസോറി എന്ന ഒരു പുതിയ മോണ്ടിസോറി പള്ളിക്കൂടം സ്കൂളിൻ്റെ തൊട്ടപ്പുറത്ത് മറ്റൊരു ബ്രാഞ്ചായി നമ്മൾ ആരംഭിക്കുന്നത്. അതിൻ്റെ തന്നെ തുടർച്ചയിൽ പിന്നെ റിപ്പിൾസ് കിൻഡർഗാർട്ടനിലേക്ക് വരുന്നതോടുകൂടി നമ്മുടെ ഓൺ പ്രൊജക്റ്റ് അൽ ഹറമൈൻ മാനേജ്മെൻറ്റ് സ്വന്തമായി വികസിപ്പിച്ചെടുത്ത നമ്മുടെ തന്നെ സിലബസ്, കരിക്കുലം,
നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വിജയിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ സൂചനകളും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെ ഉത്തരവാദിത്തം ഈ മനോഹരമായ പ്രഭാതത്തിൽ നിങ്ങളെല്ലാവരെയും ഈ സന്തോഷകരമായ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുക എന്ന കർത്തവ്യമാണ്. ഞാൻ അതിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ നമ്മുടെ ഈ പരിപാടിയിൽ ചീഫ് ഗസ്റ്റായിട്ട് മുഖ്യാതിഥിയായി ഇന്ന് പങ്കെടുക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള പുതിയ സ്കൂളിൻ്റെ മാനേജർ കൂടിയായിട്ടുള്ള ഡോക്ടർ മുഹമ്മദ് നജീബ് സാറാണ്. അദ്ദേഹം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം ഇക്ര ഇൻ്റർനാഷണൽ ഹോസ്പിറ്റലിലെ ഫിസിയോതെറാപ്പിസ്റ്റ് കൂടിയാണ്. അദ്ദേഹം ഏറെ സന്തോഷത്തോടും അതിലേറെ അഭിമാനത്തോടും കൂടി നമ്മുടെ പ്രിയപ്പെട്ട ചീഫ് ഗസ്റ്റ് ഡോക്ടർ മുഹമ്മദ് നജീബ് സാറിനെ ഈ പരിപാടിയിലേക്ക് സ്കൂളിന് വേണ്ടി ഞാൻ വളരെ ഹൃദ്യമായി സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ പരിപാടിയിൽ നമ്മളോട് കൂടെയുള്ളത് നമ്മുടെ കാലിക്കറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സെക്രട്ടറി ബഹുമാന്യനായ ടി കെ ഹുസൈൻ സാഹിബാണ്. അദ്ദേഹം ഈ സ്കൂളിൻ്റെ ഫൗണ്ടർ, സ്കൂളിൻ്റെ ശില്പികളിൽ പ്രമുഖനായിട്ടുള്ള വ്യക്തി കൂടിയാണ്. ഹുസൈൻ സാഹിബിനെ ഈ പരിപാടിയിലേക്ക് ഞാൻ വളരെ ഹൃദ്യമായി സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട PTA പ്രസിഡന്റ് നമ്മുടെ മുഴുവൻ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിലും സജീവമായി ബാക്ക് ബോൺ എന്ന് പറയുന്നത് നമ്മുടെ PTA ആണ്. PTA കരുത്തനായ സാരഥി പ്രസിഡന്റ് മിസ്റ്റർ സലാഹുദ്ദീൻ, അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. റിപ്പിൾസ് കിൻഡർഗാർട്ടൻ്റെ പ്രിൻസിപ്പൽ നമ്മുടെ സ്കൂളിനെ വളരെ ക്രിയേറ്റീവായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയങ്കരിയായ പ്രിൻസിപ്പൽ മിസ്സസ് നജ്മ റഷീദ് അവർ ഇവിടെയുണ്ട്. അവരെ സ്നേഹാദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. മദർ PTA പ്രിയങ്കരിയായ പ്രസിഡന്റ് മിസ്സസ് ആമിന ഇവിടെയുണ്ട്. മിസ്സസ് ആമിനയെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്നേഹാദരപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ ഈ പരിപാടിയിൽ വേദിയെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ അസിസ്റ്റൻറ്റ് സെക്രട്ടറി മിസ്റ്റർ അസീസ് സാഹിബ് നമ്മുടെ മുഴുവൻ സ്കൂളിൻ്റെ ദൈനംദിന പ്രവർത്തനത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത മാനേജ്മെൻറ്റ് കമ്മിറ്റി മെമ്പറാണ്. അദ്ദേഹത്തെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. മിസ്റ്റർ ഫസൽ റഹ്മാൻ മാനേജ്മെൻറ്റ് കമ്മിറ്റി മെമ്പർ, അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് കോർഡിനേറ്റർ ഓഫ് റിപ്പിൾസ് മിസ്സസ് ഷംഷാദ് ബീഗം മാഡത്തെ വേദിയിലേക്ക് ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന PTA പ്രിയങ്കരായ മെമ്പേഴ്സ് മിസ്റ്റർ നൌഷാദ്, മിസ്റ്റർ ജയ്സൽ, അതുപോലെ തന്നെ നമ്മുടെ അൽ ഹറമൈൻ സ്കൂളിൻ്റെ ബഹുമാനിയായ പ്രിൻസിപ്പൽ, അതുപോലെ തന്നെ മറ്റ് MPTA കമ്മിറ്റി മെമ്പേഴ്സ്, PTA കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവരെയും ഒറ്റ വാക്കിൽ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്നേഹോഷ്മളമായി സ്വാഗതം ആശംസിക്കുന്നു. അതിലൊക്കെ ഉപരി ഈ മനോഹരമായ ഈ പ്രഭാതത്തിൽ വളരെ നേരത്തെ തന്നെ ഈ സദസ്സിനെ ധന്യമാക്കാൻ, നമ്മുടെ പിഞ്ചോമനകളുടെ പരിപാടികൾ ആസ്വദിക്കാൻ, നമ്മുടെ സ്കൂളിനെ സപ്പോർട്ട് ചെയ്യാൻ എത്തിച്ചേർന്ന മുഴുവൻ രക്ഷിതാക്കളെയും അൽ ഹറമൈൻ ഫാമിലിക്ക് വേണ്ടി വളരെ ഹൃദ്യമായി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹ് ദഴവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Thank you, Mr. Noor, for those encouraging and welcoming words. An annual day is incomplete without reflecting on the milestones and achievements of the year gone by. Now, I request the principal of Ripples Kindergarten, Mrs. Najma Rashid, to share her insight, followed by the annual report. Assalamu alaikum wa rahmatullahi wa barakatuhu. Today's chief guest, Mr. Muhammad Najib sir, Secretary T.K. Hussain sir, Principal in charge Mrs. Babida Praveen, PTA President Salahuddin sir, MPTA President of Haramain Amina ma'am, MPTA President of Ripples Amina ma'am, other dignitaries on the dais. My dear parents, a very good morning to all. So, ആനുവൽ ഡേ എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഏകദേശം അക്കാഡമിക് ഇയറിൻ്റെ ഒരു ഫാഗ് എൻഡായിട്ടാണ് ഞങ്ങളുടെ ആനുവൽ ഡേ വരുന്നത് എല്ലാ സ്കൂളിലും. സോ ഓൾമോസ്റ്റ് ഓൾ ആക്ടിവിറ്റീസും ഈവൻസും ഏകദേശം കയ്യാറായ സമയത്താണ് ഞങ്ങൾ ആനുവൽ ഡേ പ്രോഗ്രാം ഇവിടെ നടത്തുന്നത്, ഇസ്ൻ്റ് ഇറ്റ്?
സോ ആനുവൽ ഡേ പ്രോഗ്രാമാണ് ആക്ച്വലി വിൽ ബി പ്രിൻസിപ്പൽ എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളെല്ലാവരെയും കാണാൻ പറ്റുന്ന ഒരു സമയമാണ്, മീറ്റ് ചെയ്യാൻ പറ്റുന്ന സമയമാണ്, ഗ്രീറ്റ് ചെയ്യാൻ പറ്റുന്ന സമയമാണ് ആനുവൽ ഡേ. So thank you so much for coming and attending this function. ആക്ച്വലി ഞങ്ങളുടെ റിപ്പിൾസിൻ്റെ പ്രോഗ്രാം സാധാരണ നിലയിൽ ഉച്ചയ്ക്ക് ശേഷമാണ് ആനുവൽ ഡേ ഉണ്ടാവാറ്. പക്ഷേ ആദ്യമായിട്ട് ഇപ്രാവശ്യം പല സിറ്റുവേഷൻ വന്നതുകൊണ്ട് മോർണിംഗിലേക്ക് മാറ്റം ആക്കേണ്ടി വന്നു. അതുമാത്രമല്ല ടുഡേ ഇറ്റ്സ് ഫ്രൈഡേ, അതും കുറേ കൺസേൺസ് ഉണ്ടായിരുന്നു പാരൻസിൻ്റെ, ഫ്രൈഡേ ആരെങ്കിലും പ്രോഗ്രാം വെക്കുമോ എന്നുള്ളത്. ബട്ട് ഡോണ്ട് വറി, ജുമാൻ്റെ മുമ്പ് തന്നെ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യും. ഐ ആം അഷ്യൂറിങ് യു. സോ ഈ ഇത്രയും മാസങ്ങളായിട്ട് ഇത്രയും KGൻ്റെ ഒരു പാരൻസ് എന്ന് പറയുമ്പോൾ വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. അതായത് ടീച്ചേഴ്സും പാരൻസും ഒരു 60-40 റേഷ്യോയിലാണ് കാര്യങ്ങൾ പോകുന്നത്. മോർ റെസ്പോൺസിബിലിറ്റി ആക്ച്വലി പാരൻസിനാണ്. ബിക്കോസ് അവരുടെ നമ്മളെ ഓരോ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് കൊണ്ടുവരാനും, ഇപ്പോൾ ഒരു ആക്ടിവിറ്റി ഈവൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രസ്സ് വാങ്ങിക്കാനോ അതിൻ്റെ സാധനങ്ങൾ സംഘടിപ്പിക്കുക, അവരെ കൊണ്ട് കുറച്ച് വാക്കുകൾ സംസാരിപ്പിക്കുക, ഇതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾ ഭംഗിയായി ചെയ്തിട്ടുണ്ട്, വളരെ ഭംഗിയായി. ഓരോ ഈവൻറ്റ് നടക്കുമ്പോഴും കുട്ടികളുടെ ഇപ്പോൾ ആനിമൽ ഡേ ആണെങ്കിലും ഗ്രീൻ ഡേ ആണെങ്കിലും അവരുടെ ഓരോ ഡ്രസ്സിങ് കാണുമ്പോൾ ശരിക്കും പാരൻസിൻ്റെ ക്രിയേറ്റിവിറ്റി എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആ സമയത്താണ്. എ വെരി ബിഗ് അപ്ലോസ് ടു ഓൾ പാരൻസ്. അപ്പം അതെന്നെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സപ്പോർട്ടാണ്, നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന എൻകറേജ്മെൻറ്റാണ്. ഇതന്നെയാണ് അവരുടെ കോൺഫിഡൻസ് വളരാനുള്ള മെയിൻ ഒരു എയിം എന്ന് പറയുമ്പോൾ. അപ്പം അധികം ദീർഘിപ്പിക്കുന്നില്ല, ബിക്കോസ് എൻ്റെ ഒരു റിപ്പോർട്ട് പ്രസൻറ്റേഷൻ ഓൾറെഡി ഈസ് ഓൺ ദ വേ. സോ കൈൻഡ്ലി വാച്ച് ഇറ്റ്. ഒരു ഗ്ലിംസസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും ഇവിടെ വന്നതിലും ഇവിടെ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതിലും വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താങ്ക് യു. Good morning, distinguished guests, honored chief guest, respected teachers, proud parents, and my fellow students of Ripples Kindergarten. It's my pleasure to welcome you to the Paleta Annual Day celebration, a day when we come together to honor the hard work, talent, and spirit that make our school community shine. Today, we will see the creativity of a little artist, the enthusiasm of a budding athletes, and the dedication of every child who has taken a step forward this year. We are grateful to our teachers for guiding each discovery, to our parents for their unwavering support, and to our chief guests for gracing us with your inspiring presence. Let's take a moment to appreciate the smiles, the applause, and the shared pride that fill this hall. Enjoy the performances, cherish the memories, and let the joy of this occasion inspire us all for the journey ahead. We kicked off the new academic year with a vibrant opening ceremony for our Fly 1, Fly 2, and Fly 3 and classes. The school campus was buzzing with excitement as children arrived, greeted by a cascade of colorful balloons and sweet treats. Chocolates were handed out to every child, setting a joyful tone for the days ahead. The opening day featured a series of fun-filled games designed to break the ice and build camaraderie among the new classmates. The kids were fully engaged, laughing and sharing smiles with one another. Principal and the teachers greeted the children with balloons and chocolates. We be honored to have our secretary, Mr. T.K. Hussain sir, representing the management team. He took the time to greet each child personally, pose for photos, and encourage the little ones. Our Eid celebration started with lots of colors. The children arrived dressed in vibrant, colorful outfits to give our students a glimpse of the sacred Hajj. A small group of children dressed in the simple white ihram garments and reenacted key rituals walking around the Kaaba. This mini reenactment helped the whole school understand the spirit of Hajj that coincides with Eid. The children set up a little Eid table where they displayed a delightful array of homemade snacks, samosas, dates, sweet pastries, and a few special treats from home. The youngsters eagerly shared everything with their classmates and teachers, embodying the spirit of the theme. Yoga Day was introduced to children to simple meditation techniques, guiding them to breathe, relax, and bring their minds and bodies into a calm, quiet space.
The kids loved the gentle guidance, and you could see the immediate sense of peace settle over the room. We have now woven yoga into our regular assembly schedule. Every alternate day, the assembly begins with a short yoga session, just a few mindful breaths, a couple of easy poses, and a moment of quiet reflection. A plastic-free day was conducted with a school-wide commitment to reduce single-use plastics. Every child took a simple pledge to avoid plastic bags and instead use reusable cloth or jute bags. The paper bag workshop was created in the classrooms. The kindergarten class crafted their own paper bags, which were displayed on a table. Short messages were written on the no plastic placards. The cards were presented in a short procession that moved from the kindergarten block to the ending at the mother school campus. As the children arrived at the mother school, the then principal, Dr. Salil Hassan, greeted them warmly and encouraged their eco efforts. Black and White Day was conducted to highlight contrasts and creativity. Children arrived dressed entirely in black or white attire, turning the classroom into a living monochrome palette. Each child brought a small black or white themed object, a marble, a feather, or a piece of chalk, etc., to share sparking discussions about texture and shade. Using color pads, the kids pressed their fingers onto large sheets of paper, creating playful patterns. With brushes and white paint, the little artists dabbed cotton balls onto black paper, exploring softness and color contrast. The activities reinforced the concepts of light and dark while encouraging fine motor skills and teamwork. On Animal Day, it was conducted in the month of August, where the classes were turned into a mini zoo. The children arrived dressed head to toe in earthy brown outfits, instantly giving the campus a warm forest-like vibe. Each child brought a handmade animal mask, like lions, elephants, turtles, etc., and shared few fun facts about the chosen creature. They talked about where the animals live, their favorite foods, and how the babies are cared for, turning the classroom into a lively animal talk session. To wrap up the day, the teachers created simple habitat collages using recycled materials, showing how each animal finds shelter in nature. The school turned the campus into a splash-tastic playground when we celebrated the rainy day, in true monsoon spirit. Kids were dressed in bright raincoats, sturdy boots, and colorful umbrellas, ready for puddle jumping fun. We cranked upon some catchy rainy song playlists, and the children danced, sang, and splashed around, laughing as the droplets fell. It was a wonderful, energetic day that showed how much joy a little rain can bring. The school celebrated Independence Day with great fervor and patriotism, instilling a sense of national pride in our young learners. The day began with the hoisting of the national flag, followed by the singing of the national anthem. Teachers introduced the children to the freedom fighters who sacrificed their lives for our country's independence, highlighting their bravery and contributions. Children were engaged in a few paper crafts. They made ice cream stuck with tricolor paper. Badge-making activity with colored paper also was created by them, which they pinned on their shirts. The children were also introduced to our national symbols, including the flag, the national emblem, and the significance of the colors in the flag. The teachers explained the importance of non-violence and peace and how it's the foundation of our nation's strength. The culture program was a vibrant showcase of patriotism, with children participating in patriotic songs, dances, and a tableau depicting the non-violence movement. Some children held placards with inspiring quotes and messages, spreading the message of peace and unity. The event was graced by the presence of parents who witnessed their children proudly celebrating our nation's independence. It was a memorable day filled with patriotism, joy, and learning. This year, for the very first time in our school's history, we marked Onam in a special way. The children arrived carrying all the traditional items: rice, sweet pies, little side dishes, and other festive treats. The teachers laid everything out beautifully on a big spread, turning the hall into a colorful Onam feast. Everyone, students, teachers, and non-teaching staff, came together to share the food and enjoy the celebration as a whole school community. After the feast, the teachers organized a series of fun games, a lively tug-of-war, musical chair, Uriadi, etc. The kids laughed, cheered, and had a fantastic time playing together.
Flower carpets were arranged in each classroom by the children with the help of the teachers. On the green day, each child received a packet of vegetable seeds. Teachers demonstrated how to sow them in biodegradable pots and explained watering, observation, and care routines. Seeds were sowed in school premises by the students. Few seeds were distributed to all the students to sow in their homes, and instructions were given by the mentors to kids to water daily, note germination and growth stages, and photograph key milestones. Students should bring their nurtured seedlings back to school after 1 month, and it was transplanted into new pots, and that's the result. A beautiful vegetable garden was created by the effort of students, parents, and teachers. This activity strengthened home-school connection. For the transport and traffic awareness, miniatures was built of all modes of transport and was displayed in a platform at the school hall. Mentors created traffic signal models, zebra crossings, and road signboards. Activities were given to students to make glider with colored sticks and to color traffic signs and vehicles. Children grasped simply safety rules like stop, look, cross, etc., and also developed fine motor skills and teamwork. On Gandhi Jayanti, students cleaned classrooms, corridors, and playgrounds. One child presented a tableau dressed as Mahatma Gandhi and introduced Charka. Placards with Gandhi quotes were displayed by a few students. The event promoted cleanliness, respect for labor, and awareness of Gandhi's teachings. Talent Fest was conducted, where students were screened and the selected children performed in this grand finale. Certificates and trophies presented to the winners by Dr. Salil Hassan, the former principal of Al Haramain, Vice Principal Babida Praveen, Najma Rashid, Principal of Ripples, and Administrative Coordinator Mrs. Shamshad Begum. On Kerala Piravi Day, teachers briefed students on the formation of Kerala, the language, the traditions, and cultural symbols of Kerala. Activities were given like coloring the map of Kerala and created simple craft items. These activities for children fostered the awareness of Kerala's geography and heritage. On Children's Day celebration, children came dressed in colorful attire. Every classroom was beautifully adorned with artwork prepared by the teachers. Teachers greeted the students warmly and organized a variety of games that kept the energy high and the children smiling. Gift hampers were laid out on the classroom tables. Hampers were color-coded, one color for boys, another for girls, and each child selected a hamper of their choice. The gifts were presented by the teachers, the front desk, and the principal, adding a special touch to the celebration. The school's annual sports meet kicked off with a mass drill performed by all students. The synchronized routine, set to music and highlighted by colorful attire, was a visual treat. The audience included members of the management committee, the MPTA, and several parents, all of whom applauded the precision and spirit of the performance. The chief guest, Circle Inspector Mr. Ranjit of the Elthur Police Station, inaugurated the annual sports meet. After the drill, he praised the teachers for their effort and also the students' discipline and encouraged them to carry the same enthusiasm into the competitions. The events that followed emphasized physical fitness, teamwork, confidence, and sportsmanship. Winners were later honored with medals, trophies, and certificates, which was presented by the Vice Principal Babida Ma'am, Principal Mrs. Najma, and MPTA members. I'm delighted to share details about the field trips that have left such a lasting impression on our little explorers. Our beach outing was a splash of sunshine and wonder, seashells and the rhythm of the waves. A short supervised splash sessions gave them a chance to feel the cool water on their feet. The laughter echoing across the shore reminded us all how simple, unstructured play can spark curiosity and a love for nature. The gym visit turned into an energetic adventure in movement and teamwork. Our instructors led the children through a series of fun circuits, balancing beams, obstacle courses, and gentle gymnastics, all designed to develop coordination, strength, and confidence. The kids cheered each other on as they mastered new skills, and the bright, echoing gym space provided the perfect backdrop for their boundless energy. Our trip to the supermarket was both educational and practical. While strolling through the aisles, the children identified fruits, vegetables, and grains, learning about healthy food choices and the journey food takes from farm to table. A mini market role play gave them a taste of responsibility, handling money, making simple purchases,
and understanding the concept of budgeting in a playful, hands-on way. The excitement of selecting their favorite snack and hearing the ding of the checkout scanner was a highlight for every child. Each of these excursions was thoughtfully planned to blend fun with learning, and the smiles on our students' faces were the clearest proof of this success. We are grateful to the parents who supported these trips, the staff who organized them, and the venues that welcomed us so warmly. Now, talking about the academics, our school is home to 235 enthusiastic learners, guided by a dedicated team of 22 teachers whose passion ignites curiosity every day. Supporting them behind the scenes are 8 non-teaching staff members whose hard work keeps our environment safe, clean, and ready for discovery. Talking about the academics, the first assessment was conducted on September, which was wrapped up by an open house where we received wonderful feedback from our parents. Looking ahead, the second assessment is set for the first week of January, and we look forward to another productive dialogue. This year also, we saw 80 of our students take part in the MTSE, that is Max Talent Search Examination, which was organized by the Ganitha Shastra Parishad. Every Wednesday, a common assembly led by students from each class fills the auditorium with inspiring performances and reflections. Tuesdays are reserved for staff meetings, while Mondays find me meeting with the in-charge mentors of the month to discuss student progress and well-being. Each Friday, a short video recap of the week's lessons is shared in the parent groups, keeping the parents informed and involved. We have introduced a star chart system across all classrooms. Stars were the gentle reminders, which was awarded for discipline, communication, attendance, and other behavioral aspects. The children eagerly count the stars each week, and the positive energy this creates is truly heartwarming. On the administrative side, I regularly attend management meetings, ensuring that decisions and approvals are transparent and in the best interest of our students. Our MPTA remains a strong, supportive pillar, meeting occasionally to bridge the gap between school and home. A special mention must go to Mrs. Amina, who is our MPTA president, and her dedicated MPA team. Thanks to their efforts that we were able to collect 80,000 rupees on Charity Day, which was transferred to Mr. Jaffer, a cancer patient, to support his surgery. Thank you, parents. Your compassion has touched many lives. Looking ahead, we have several important dates to mark on our calendars: the third assessment in March, the graduation day, and grandparents' day, all promising memorable experiences for our students. I extend my deepest gratitude to our management team for the unwavering support at this point of time. I would like to thank the former manager, Dr. Aziz, Secretary Mr. T.K. Hussain sir, the former Al-Haramain Principal Dr. Salil Hassan, Vice Principal Babida ma'am, and the entire Haramain team for their guidance. To all the parents of Ripples, your involvement and encouragement inspire us daily. And of course, a heartfelt thank you to the teachers of Ripples. Your dedication and sacrifices make every success possible. With these words, I would like to conclude my report. Thank you so much. Assalamu alaikum wa rahmatullahi wa barakatuhu. I invite Mr. Mohammad Najib, the chief guest of the day, to deliver the presidential address. Assalamu alaikum wa rahmatullah. Respected Principal Mrs. Nizma Rashid, Honorable Secretary of the Trust Hussain Sahib, PTA President Salahuddin Sahib, Aziz Sahib, Babida Madam, and all parents and teachers. നമുക്കറിയുന്നത് പോലെ വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന്. വളരെ മനോഹരമായിട്ട് ഓർഗനൈസ് ചെയ്യപ്പെട്ട ഒരു പ്രോഗ്രാമിലാണ് നമ്മളുള്ളത്. തീർച്ചയായിട്ടും ടീച്ചേഴ്സിൻ്റെയും PTA മെമ്പേഴ്സിൻ്റെയും ഒരു ജോയിൻ്റ് എഫേർട്ടിലാണ് ഇത്രയും മനോഹരമായ ഒരു പരിപാടി ഇവിടെ ഓർഗനൈസ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. എനിവേ, നമുക്കൊരു കയ്യടി കൊടുത്തൂടെ അവർക്ക്? ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത കയ്യടിയായിപ്പോയി. അത് കുറച്ചും കൂടെ ഉഷാറിൽ കൊടുത്തൂടെ ഒന്ന്? എക്സലൻറ്റ്. അതാണ് നമ്മൾ ഈ PTA എന്ന് പറയുന്ന വാക്ക് പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ, മെയിലാണോ ഫീമെയിലാണോ ഒന്ന് പറയാമോ പാരൻസിന്? PTA എന്നുള്ള വാക്ക് കേൾക്കുന്നില്ല.
മെയിലാണോ ഫീമെയിലാണോ PTA? സത്യം പറഞ്ഞാൽ മെയിലും ഫീമെയിലും അല്ല PTA, ന്യൂട്രലാണ്. പക്ഷെ പൊതുവിൽ PTA കണ്ടാൽ നമുക്ക് തോന്നുക അത് ഫീമെയിൽ ആണെന്നാണ്. കാരണം PTA മീറ്റിങ്ങിന് വരാറുള്ളത് സ്ത്രീകൾ മാത്രമാണ് പൊതുവിൽ. പക്ഷേ ഇന്ന് ഒരുപാട് പുരുഷ കേസരികൾ നമ്മുടെ സദസ്സിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവരുടെ ജോലിയും തിരക്കുകളും ഒക്കെ ഒഴിവാക്കി ഇവിടെ വന്ന് അവർക്ക് വേണ്ടി ഒരു കയ്യടി കൊടുക്കണം നമ്മൾ ഏതായാലും. കാരണം ഒരു കുട്ടിയെ വളർത്തുന്നതിൽ രണ്ട് പാരൻസിൻ്റെയും റോള് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? ആണായാലും പെണ്ണായാലും പുരുഷനായാലും സ്ത്രീ ആയാലും പിതാവായാലും മാതാവായാലും അവരുടെ റോള് വളരെ വളരെ പ്രധാനമാണെന്ന് നമുക്കറിയാം. ഒരാൾക്കും ഒരാളെ കോമ്പൻസേറ്റ് ചെയ്യാൻ കഴിയില്ല. ഡബിൾ ബേർഡൻ, ഡബിൾ റോള് എടുക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നല്ല നല്ല കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പോകാറുണ്ട്. നമ്മൾ കാശ്മീരിൽ പോകും, കുളു, മണാലി അങ്ങനെയൊക്കെ പോകും. അല്ലെങ്കിൽ അവിടെ ഒന്നും പോകാൻ പൈസ ഇല്ലെങ്കിൽ ഊട്ടിയിലെങ്കിലും പോകും നമ്മൾ. ഇപ്പോൾ ഇവിടെയൊക്കെ പോകുന്നത് നല്ല നല്ല കാഴ്ചകളും കാലാവസ്ഥയും ഒക്കെ ആസ്വദിക്കാനാണ്. നമ്മൾ പറയും കണ്ണിന് കുളിർമയുള്ള കാഴ്ചയായിരുന്നു അവിടെ എന്നൊക്കെ പറയും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു സീന് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. സ്കൂൾ ബസ് ഇങ്ങനെ വൈകുന്നേരം വരുന്നു. നിങ്ങൾ ആ ബസ് കാത്ത് വീടിൻ്റെ ഉമ്മറപ്പടിയിലോ എവിടെയോ റോഡ് സൈഡിലോ നിൽക്കുന്നു. നിങ്ങളുടെ കൊച്ചുകുട്ടി, റിപ്പിൾസിൽ പഠിക്കുന്ന കൊച്ചുകുട്ടി, മോന് അല്ലെങ്കിൽ മോള് ബസ് ഇറങ്ങി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി പെട്ടെന്ന് നിങ്ങളുടെ മുഖം കാണുന്നു. ആ സമയത്ത് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ മുഖത്ത് വിരിയുന്ന ഒരു പുഞ്ചിരി, ഒരു ചിരി, ആ കണ്ണുകളിൽ തിളക്കം, അത്രത്തോളം മനോഹരമായ ഒരു കാഴ്ച ലോകത്ത് എവിടെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക? കാശ്മീരിലുണ്ടാവോ? മണാലിയിലുണ്ടാവോ? മൈസൂരിലുണ്ടാവോ? ഊട്ടിയിലുണ്ടാവോ? ഉണ്ടാവില്ല. ലോകത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ചയാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുഖം എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ച അതാണ്. അത്രയധികം സന്തോഷം ഓരോ കുട്ടിയും നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആണ്. വലിയ വലിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ ഓർക്കാറില്ല. നമ്മളതിങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിരിക്കും. ഞാനൊരു ചോദ്യം ഈ സദസ്സിൽ ചോദിക്കാം. നാളെ തൊട്ട് പടച്ചോൻ പറയാണ്, പടച്ചോനിൽ വിശ്വാസമുള്ള ആളുകളായിരിക്കുമല്ലോ ഭൂരിപക്ഷം എന്ന് സങ്കല്പിക്കുക. ഇനി വിശ്വാസം ഇല്ലെങ്കിലും പടച്ചോനുണ്ടെന്ന് വിചാരിക്കുക. പടച്ചോൻ പറയാണ്, നാളെ തൊട്ട് നിങ്ങൾക്ക് ശ്വാസം എടുക്കണമെങ്കിൽ നിങ്ങളൊരു റിക്വസ്റ്റ് തലേ ദിവസം എഴുതി തരണം എന്ന് പറയാണ്. അങ്ങനെയാണെങ്കിൽ നാളത്തേക്ക് എത്ര ശ്വാസം വേണമെന്നായിരിക്കും നിങ്ങൾ എഴുതി കൊടുക്കുക? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കറക്റ്റ് ആൻസർ പറയുന്ന ആൾക്ക് എൻ്റെ വകയല്ല, സ്കൂളിൻ്റെ വക ഒരു സമ്മാനം തരാൻ ഞാൻ അഭ്യർത്ഥിക്കാം. തന്നാൽ വാങ്ങുകയും ചെയ്യാം. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ കേക്കായിട്ടായിരിക്കും എന്ന് ആശ്വസിക്കുകയാണ്. പക്ഷെ ഞാനിത് പലപ്പോഴും ഇക്രയിലത്തെ സ്റ്റാഫിനോട് ചോദിച്ചിട്ടുണ്ട്. ഇനി ശ്വാസം ചിലപ്പോൾ ഈ പുതിയങ്ങാടി ഭാഗത്ത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത സാധനമായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഹാർട്ട് ബീറ്റ്സ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണല്ലോ, ഹൃദയമിടിപ്പ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നാളത്തേക്ക് ഒരു ഡേ കഴിക്കാൻ എത്ര ഹാർട്ട് ബീറ്റ്സ് നമുക്ക് ആവശ്യമുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് മറുപടി പറയാൻ പറ്റുമോ? ചിലപ്പോൾ പറയും മിനിറ്റിൽ 73 എന്നൊക്കെ പറയും. അതല്ല എൻ്റെ ചോദ്യം. ഒരു ദിവസത്തേക്ക് എത്ര വേണമെന്നാണ്. അതിപ്പോൾ നമ്മൾ കണക്കൂട്ടിയിട്ടില്ല. എത്ര ശ്വാസം വേണമെന്ന് ആലോചിച്ചിട്ടില്ല. എത്ര ഹാർട്ട് ബീറ്റ്സ് വേണമെന്ന് ആലോചിച്ചിട്ടില്ല. ആലോചിക്കാത്തത് ചിലപ്പോൾ ആലോചിക്കൂട്ടോ. ഈ ചെത്തി നടക്കുന്ന പയ്യന്മാരൊക്കെ, ബൈക്കിൽ പോകുന്ന പയ്യന്മാരൊക്കെ ഇങ്ങനെ ആക്സിഡൻ്റൊക്കെ ആയിട്ട് ചിലപ്പോൾ ICUയിലൊക്കെ അഡ്മിറ്റ് ആവുന്ന സമയത്ത് സിസ്റ്ററോട് ചോദിക്കും, ആ സിസ്റ്റർ അതെന്താ നമ്പർ മാറി മാറി വരുന്നത്, 73, 63 എന്നൊക്കെ ആണെന്ന്, എന്താതെന്നൊക്കെ ചോദിക്കും. ഈ ICU എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ICU എന്നാണ്. പടച്ചവനെ ഇപ്പം തന്നെ ഞാൻ കാണുന്നുണ്ട് എന്നാണ്. ഇതുവരെ അടിച്ചു പൊളിച്ച് നടക്കായിരുന്നു. ഇപ്പോൾ കിടന്ന് ആലോചിക്കാനൊക്കെ ഉള്ള സമയമുണ്ടെന്നാണ് ICU എന്ന് പറഞ്ഞാൽ. ICU എന്നാണ് അർത്ഥം. അപ്പോൾ ഞാൻ പറയാം, അങ്ങനെയല്ലാതെ വെറുതെ നമ്മൾ ആലോചിക്കൂല. കാരണം ടേക്കൺ ഫോർ ഗ്രാൻഡഡ്, അതൊക്കെ ഫ്രീ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ദിവസം ശ്വാസം ഇങ്ങനെ കഴിക്കാൻ പറ്റുന്നുണ്ട്. ഹൃദയം ഞാനറിയാതെ മിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ കിട്ടുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പലപ്പോഴും നമ്മളെന്താ പറയുക, സിവിയർ ഡിനയൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അതിനോട് ഒട്ടുമേ നമ്മൾ സീരിയസ് അല്ലാതെയാണ് അതിനെ കാണുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്ന ഭയങ്കരമായ അനുഗ്രഹങ്ങളും. ലോകത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും മനോഹരമായ അനുഗ്രഹമാണ് ആയത്താണ്. ആയത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചതമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്ന അത്ഭുതകരമായ ദൃഷ്ടാന്തങ്ങളെയാണ് ആയത്ത് എന്ന് പറയുക. ആ ആയത്തിൽപ്പെട്ടതാണ് നമുക്കൊരു കുഞ്ഞുണ്ട് എന്നുള്ളത്. ആ കുഞ്ഞിനെ നോക്കുമ്പോൾ ഇനി അങ്ങനെ ഒന്ന് നോക്കണം. വീട്ടിൽ പോയിട്ട് ആ കുഞ്ഞിനെ വെറുതെ നിന്നിട്ടൊന്ന് നോക്ക് കുറച്ച് നേരം. ഒന്നും മിണ്ടൊന്നും. ഓനെ ഇന്നത്ര മാർക്ക് കിട്ടിയെന്ന് ചോദിക്കാനല്ല,
അല്ലാതെ കുഞ്ഞിൻ്റെ അടുത്തൊന്ന് പോയിരിക്കണം. ഇന്നത്തെ ഹോംവർക്ക് ചെയ്തോ എന്ന് ചോദിക്കാനല്ല, വെറുതെ കുഞ്ഞിൻ്റെ അടുത്തിരിക്കും. ഞാൻ എൻ്റെ മോളോട് ചോദിച്ചിട്ടുണ്ട്, മോള് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഉമ്മാനോട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, എന്നോട് എന്താ അത്ര പറയാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ഉപ്പ റിയാക്ഷൻ ഇടൂല എന്ന് പറഞ്ഞു. എന്താ റിയാക്ഷൻ എന്നറിയോ? മോൾ എന്തെങ്കിലും കഥ തന്നെ ആണോ അങ്ങനെയാണോ എന്നിട്ടോ, ഇതാണ് റിയാക്ഷൻ. ഈ ആണുങ്ങൾ പൊതുവിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV മാതിരിയാണ്, റിയാക്ഷൻ ഒന്നും ഉണ്ടാവില്ല. തന്നെ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിടും. പെണ്ണുങ്ങൾ കുറച്ചുകൂടെ ഉഷാറാണ്. കാരണം ഇന്നത്തെ ജനറേഷൻ്റെ ആൽഫ ജനറേഷനെയാണ് നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ആൽഫ ജനറേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ദേ ആർ ലിവിങ് ഇൻ എ വേൾഡ് ഓഫ് ഇമോജീസ് ആൻഡ് ഇമേജസ്. അതാണ് അവരുടെ ലോകം. കുറേ ഇമോജീസും കുറേ ഇമേജസും. ഞാൻ കുറച്ച് നാൾ മുമ്പ് ദുബായിൽ പോയപ്പോൾ ഒരു കുട്ടിയോട് ചോദിച്ചു, മോളെ സ്കൂളൊക്കെ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ കാണിച്ചു. അവളൊന്നും വേണ്ടിയില്ല, ഇങ്ങനെ കാണിച്ചു എന്ന് വെച്ചാൽ നല്ലതാണെന്നാണ് അർത്ഥം. അപ്പോൾ ഞാൻ പിന്നെ ചോദിച്ചു, ടീച്ചേഴ്സൊക്കെ എങ്ങനെയെന്ന് ചോദിച്ചു. ടീച്ചേഴ്സ് ഇങ്ങനെ കാണിച്ചു എന്ന് വെച്ചാൽ രണ്ടിൻ്റെ മിഡിലാണെന്നാണ് തോന്നുന്നു അർത്ഥം. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കി. നല്ലതുമല്ല മോശമല്ല, അതിൻ്റെ മിഡിലാണ് എന്നാണ് അവർ കാണിച്ചത്. സംസാരിച്ചില്ല, ഒന്നും മിണ്ടിയില്ല കുട്ടി. ഇമോജീസ് ആൻഡ് ഇമേജസ് ആണ് അവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ നമ്മളാണെങ്കിലോ, നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലെ റിയാക്ഷൻ ഇല്ലാതെ നിൽക്കുമ്പോൾ അവർക്ക് ആ ലോകം അന്യമായി തോന്നുകയാണ്. നമ്മൾ ജനിക്കുന്നത്, നമ്മളൊക്കെ ഇന്ത്യയുടെ സിറ്റിസൺസാണ് അല്ലേ, ഇവിടെയുള്ളതൊക്കെ ഇന്ത്യയുടെ സിറ്റിസൺസാണ്. പക്ഷെ നമ്മുടെ മക്കൾ നെറ്റിസൺസാണ് ഇന്ത്യയുടെ. അവർ ജനിച്ചു വീണത് തന്നെ നെറ്റിൻ്റെ ലോകത്തേക്കാണ്. അവരുടെ അസൈൻമെൻറ്റ്സ് വരുന്നത് ഇൻ്റർനെറ്റിലാണ്, അവരുടെ PDF കാണുന്നത് മൊബൈലിലാണ്. നമ്മൾ ആദ്യമായി വാട്സപ്പിലെത്തിയത് ഒരു പക്ഷേ 25-ാം വയസ്സിലോ 30-ാം വയസ്സിലോ അല്ലെങ്കിൽ 20 വയസ്സിലൊക്കെ ആയിരിക്കും. ഇപ്പം ജനിച്ചു വീഴുന്ന കുട്ടികൾ 2-ാം ദിവസം ഉമ്മാൻ്റെ വേദന ഒന്ന് മാറിക്കഴിയുമ്പോൾ അവൻ വാട്സപ്പിലെത്തും. ടിഷ് എത്തിക്കഴിഞ്ഞു, അവൻ അറിയുന്ന പോലുമില്ല. അതിൻ്റെ മുമ്പ് വാട്സപ്പിലേക്ക് അവൻ പ്രവേശിച്ച് കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ ലോകം അങ്ങനെയാണ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. അവർ ശ്വസിക്കുന്ന വായു ഏതാണ്, അവർ കാണുന്ന ലോകം ഏതാണ് എന്ന് ഒരു നിമിഷം ചിന്തിക്കുകയും അവരെ ഒബ്സർവ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന വലിയൊരു അനുഗ്രഹവും അതേസമയം വലിയൊരു ദൃഷ്ടാന്തവുമാണ് അവരെന്നുള്ളത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല, അഡോൾസൻസ് എന്ന് പറയുന്നൊരു സീരീസ്, നെറ്റ്ഫ്ലിക്സ് സീരീസ് ഈ അടുത്ത് ഭയങ്കര ഫേമസ് ആയ ഒരു സീരീസ് ഉണ്ടായിരുന്നു, അഡോൾസൻസ്. ആ അഡോൾസൻസിൽ ഒരു ചെറിയ കുട്ടി, 13 വയസ്സുള്ളൊരു കുട്ടി അവൻ്റെ ക്ലാസ്മേറ്റിനെ കൊല്ലുകയാണ്. ഈ സമീപകാലത്ത് അത്രയധികം ആളുകൾ കണ്ട ഒരു വേൾഡ് സീരീസ് ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആ 13 വയസ്സുള്ള കുട്ടി അവൻ്റെ ക്ലാസ്മേറ്റിനെ കൊല്ലുകയാണ്. ഒരു രാത്രിയിൽ പെട്ടെന്ന് പോലീസ് കടന്നു വന്നിട്ട് വീട്ടിൽ നിന്ന് അവനെ പിടിച്ച് കൊണ്ടുപോകുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ഒന്നും മനസ്സിലാവുന്നില്ല, എന്താണ് ഇവൻ ചെയ്തത്. നമ്മളെ മോന് അടങ്ങി റൂമിലിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളൂ, അവൻ പഠിക്കുകയാണെന്നാണ് വിചാരിച്ചത്. അവനും അവൻ്റെ കമ്പ്യൂട്ടറും അവൻ്റെ റൂമൊക്കെ സേഫായിട്ടുണ്ടെന്നാണ് വിചാരിച്ചത്. പക്ഷെ കൊണ്ടുപോവാണ്. പിന്നെ അവർക്ക് മനസ്സിലായി ഇവൻ ആ ക്രൈം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ലൂക്ക് സക്കംബർഗ് എന്ന് പറയുന്ന പോലീസ് ഓഫീസർ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് പോലീസ് ഓഫീസറെ മോൻ വന്നിട്ട് പോലീസുകാരനോട് പറയാണ്, അയാളുടെ മോൻ അവിടെ പഠിക്കുകയാണ്, അച്ഛൻ എന്തായി നോക്കിക്കൊണ്ടിരിക്കുന്നത്, കുത്തിയ കത്തി എവിടെ, കുത്തിയ സ്ഥലം ഏതാണ്, ഇതൊക്കെയാണോ അച്ഛൻ നോക്കുന്നത്? അച്ഛൻ അവൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യുമെന്ന് പറയാണ്. അപ്പോൾ ഇയാൾ വാ വിളിച്ചു, എന്തിനാ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ചെക്ക് ചെയ്തിട്ട് എന്താ കാര്യം, ഈ കൊലപാതക കേസ് തെളിയിക്കാൻ? അപ്പോൾ അദ്ദേഹം പിന്നെ പോയി ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ചെക്ക് ചെയ്യുമ്പം അവിടെ ഒരുപാട് ഇവർ കൈമാറിയ ഇമോജീസ്, ഇവർ പരസ്പരം സംസാരിച്ച രീതികൾ ഇയാളെ അത്ഭുതപ്പെടുത്തുകയാണ്. ഇമോജീസിന് ഓരോ മീനിങ് ഉണ്ട്. അപ്പോൾ അയാൾ തിരിച്ചറിയണം, മനോസ്ഫിയർ എന്ന് പറയുന്ന ഒരു വേൾഡ് ഉണ്ട്, ഇൻ്റർനെറ്റ് സബ് കൾച്ചർ എന്ന് വെച്ചാൽ സ്ത്രീ വിരുദ്ധത ഭയങ്കരമായി കൊണ്ടു നടക്കുന്ന ഒരു ലോകം. വലിയൊരു ശതമാനം, 80% പുരുഷന്മാർക്കും സ്ത്രീകളെ കിട്ടൂല. അങ്ങനെ അവർ ഇൻസെൽ, പെണ്ണുങ്ങളെ കിട്ടൂല, ഭാര്യമാരെ കിട്ടൂല. അതുകൊണ്ട് അവർ ഇൻവോളണ്ടറി സെലിബ്രേറ്റ്, പെണ്ണ് കെട്ടാതെ ജീവിക്കേണ്ടി വരും എന്ന് വിചാരിക്കുന്ന, അതിനെക്കുറിച്ച് ആശങ്കിക്കുന്ന ഒരു ലോകം അവിടെയുണ്ട്. ഈ കുട്ടി അതിനാൽ ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു. അങ്ങനെ അവൻ്റെ സ്ത്രീ വിരുദ്ധത അവൻ്റെ ഉള്ളിൽ പതിയെ വളർന്നു വന്നു. അങ്ങനെ അതിനെതിരായിട്ട് അവൾ സംസാരിച്ചപ്പോൾ അവളോടുള്ള ഭയങ്കരമായ ദേഷ്യം കൊണ്ടാണ് ആ കുട്ടി കൊല്ലുന്നത്. ഇതൊന്നും നമുക്കറിയുന്നില്ല, കാരണം നമുക്ക് തന്നെ അറിയാം, ആ സീരീസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ ലവ് സൂചിപ്പിക്കാൻ ഏത് ഇമോജി ഇടുക? ലവ് സൂചിപ്പിക്കാൻ നമുക്കറിയുന്നത് ഒരു റെഡ് ഹാർട്ടാണ് അല്ലേ, റെഡ് ഹാർട്ട് ഇട്ടാൽ ലവ് എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ പച്ച ഹാർട്ട് എന്തിനാ? അതൊരു പച്ച ലവ്. പർപ്പിൾ ഹാർട്ട് എന്തിനാ? അത് വേറെ, മറ്റേതിട്ട് മടുക്കുമ്പോൾ പുതിയൊരു കളറിലൊരു ലവ് എന്നാണ് നമ്മൾ വിചാരിക്കുള്ളൂ. പക്ഷേ ആ ഓരോ ഹാർട്ടിനും ഓരോ മീനിങ് ഉണ്ടെന്ന് അതിൽ പറയാണ്. റെഡ് ഹാർട്ടിൻ്റെ മീനിങ് വേറെയാണ്, പേർപ്പിൾ ഹാർട്ട് വളരെ മോശം മീനിങ് ആണ്, യെല്ലോ ഹാർട്ടിന് വേറൊരു മീനിങ് ആണ്. നമ്മളിതൊന്നും ആലോചിക്കാതെ ലവ് അങ്ങ് വാരി വിതറാണ് പല കളറിൽ. ഞാനത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്ര ഭീകരമായൊരു സംഭവമാണ് ഇതെന്നുള്ളത്.
എന്ന് മാത്രമല്ല, അതിനെ തുടർന്ന് ഞാനിങ്ങനെ പഠിച്ചു നോക്കി എന്താണ് ഇതിൻ്റെയൊക്കെ അവസ്ഥ. നോക്കുമ്പോൾ ഓസ്ട്രേലിയൻ ഫെഡറൽ പോലീസ് ഇമോജീസിൻ്റെ ഒരു ലിസ്റ്റ് ഇറക്കിയിട്ടുണ്ട്. ആ ഇമോജീസ് എന്താണ് മീൻ ചെയ്യുന്നത് എന്നവർ പറയുകയാണ്. എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മളൊരു പ്ലഗിൻ്റെ ചിത്രം ഇങ്ങനെ മെയിൽ പ്ലഗ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ചിത്രം ഇങ്ങനെ കാണുകയാണ്. നമ്മളെന്താ വിചാരിക്കുക, എവിടെ കറണ്ട് ഉണ്ടോ എന്ന് ചോദിക്കാനായിരിക്കും അത് ഉപയോഗിക്കാമെന്നാണ് ചിന്തിക്കുക. ഇവിടെ അടുത്തെങ്ങാനും ഡ്രഗ് സപ്ലൈ ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന ഇമോജിയാണ് അത്ര അത് ആ പോലീസ് സൈറ്റിൽ പറയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ലോകത്താണ് അവർ ജീവിക്കുന്നത്. ചിലപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ബലറീന കപ്പുച്ചീന എന്നുള്ള കേട്ടിട്ടുള്ള ആളുകൾ കൈവെക്കുമോ? എന്താണ് ബലറീന കപ്പുച്ചീന എന്ന് കേട്ടിട്ടുള്ള ആളുകൾ, അറിയുന്ന ആളുകൾ കൈവെക്കാവോ? ഒന്ന് കുറച്ച് കൈവിളപ്പ് പൊക്കിയിട്ടുണ്ട്. ഞാനിങ്ങനെ ഒരു ദിവസം കല്യാണ വീട്ടിലിരുന്നപ്പോൾ കുട്ടികളിങ്ങനെ പാട്ടുപാടാം, ദേശീയ ഗാനമൊക്കെ ആലപിക്കുന്ന മാതിരി ഒന്നിച്ചിരുന്നു. ഞാനത് റെക്കോർഡ് ചെയ്തു, എൻ്റെ ഫോണിലുണ്ട്. അവരിങ്ങനെ ട്രാലാലാലാലാലാല കപ്പുച്ചീന ബാലോച്ചീനോ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെയാണ് ഇത് സംഭവം മനസ്സിലായി. ഇറ്റാലിയൻ ബ്രെയിൻ റോഡ്സ് എന്ന് പറയുന്ന സംഗതികളുണ്ട്. നമ്മളതിനെക്കുറിച്ച് ഒരു പിടിയില്ലാത്ത ലോകത്താണ്. ഈ എന്താ പറയുക, സ്കിബിഡി ടോയ്ലറ്റ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? സ്കിബിഡി ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റിൻ്റെ അകത്തുനിന്ന് ഒരു തല പൊങ്ങി വന്നിട്ട് ഇങ്ങനെ ആട്ടിയിട്ട് പാട്ടുപാടുകയാണ്. നമ്മളിതുവരെ ഞാൻ നിങ്ങളല്ല കേട്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഇതുവരെ കണ്ടിരുന്നില്ല. പക്ഷേ 70 കോടി 70 കോടിയോ 700 കോടിയോ എന്നോട് മറന്നുപോയി. അത്രയും കോടി വ്യൂവേഴ്സ് ആ സ്കിബിഡി ടോയ്ലറ്റിൻ്റെ സീരീസിനുണ്ടെന്നാണ് പറയുന്നത്. ഇത് ഞാൻ പതിയെ പോയിട്ട് മോളോട് ചോദിച്ചു, മോളെ ഈ സ്കിബിഡി ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഒരു ഇൻ്റർനെറ്റ് ക്യാരക്ടറാണ്, പാട്ടാണ്, തേനയാണ്, അവർക്കെല്ലാം അറിയാം, ഡീറ്റെയിൽസ് എല്ലാം അറിയാം. അതുപോലെ തന്നെയാണ് ഇറ്റാലിയൻ ബ്രെയിൻ റോട്ട്സ് എന്ന് പറയുന്നത്. കപ്പൂച്ചിനോ ബാലോച്ചിനോ എന്നെല്ലാം പറയുന്ന കുറേ സാധനങ്ങളാണ്. ടും സാഹൂർ എന്നൊക്കെ പറയുന്ന കുറേ ക്യാരക്ടേഴ്സാണ്. നിങ്ങൾ ഇന്ന് പോയി സെർച്ച് ചെയ്താൽ പുതിയൊരു ലോകത്തേക്കുള്ള പ്രവേശനം നിങ്ങൾക്ക് കിട്ടും. പക്ഷേ കുട്ടികൾക്കതറിയാം, അവരത് കാണുന്നുണ്ട്, അവരത് പാടുന്നുണ്ട്, അവർ പുതിയൊരു ലോകത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളാണ് ഭയങ്കര സ്മാർട്ട് എന്ന് വിചാരിക്കരുത്. നമ്മളെക്കാളും സ്മാർട്ടാണ് നമ്മുടെ കമ്മിങ് ജനറേഷൻ. ശ്രദ്ധിച്ച് നിന്നിട്ടില്ലെങ്കിൽ നാണക്കേടാവും. നമുക്ക് ആകെ അറിയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെ ഇങ്ങനെ ഉപദേശിക്കുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഉപദേശിക്കുമ്പോൾ നമ്മളിങ്ങനെ പറയും, നിനക്കറിയോ ഞാനൊക്കെ എങ്ങനെയാണ് പഠിച്ചതെന്ന്, 5 കിലോമീറ്റർ നടന്ന് കല്ലും മുള്ളും ചവിട്ടി താണ്ടി നടന്നാണ് സ്കൂളിൽ പോയത്, നിങ്ങൾക്കൊക്കെ എന്ത് സുഖമാണ് ഇപ്പോൾ ഓട്ടോറിക്ഷ. അപ്പോൾ അവൻ ചോദിക്കും, അച്ഛൻ്റെ സ്കൂള് ശബരിമലയിലായിരുന്നു, ഇങ്ങനെ കല്ലും മുള്ളൊക്കെ ചവിട്ടി പോകാൻ മാത്രം എന്ന് ചോദിക്കും. അവരത്ര സ്മാർട്ടാണ്. അന്ന് ഓട്ടോറിക്ഷ കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു, അത്രയേ ഉള്ളൂ കാര്യം. അത് വലിയ ത്യാഗമൊന്നുമല്ല. നമ്മൾ ഈ ത്യാഗത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തിയോണ്ട് കാര്യമില്ല. അവരെ ശ്രദ്ധിക്കുക, അവർക്കെന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കുക, അവരുടെ ഇമോഷൻസ് എന്താണെന്ന് അറിയുക, അവർ ജീവിക്കുന്ന ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കി വയ്ക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ അഡോൾസൻ സീരീസിൽ ലാസ്റ്റിൽ ഇവൻ ജയിലിലായിരുന്ന സമയത്ത് ഇവൻ്റെ അച്ഛൻ എഡി എന്ന് പറയുന്ന ഇവൻ്റെ ഫാദർ ഇവൻ്റെ റൂമിലേക്ക് കടന്നു ചെന്നിട്ട് അവിടെ ഒരു ചെറിയ ടെഡി ബിയർ ഉണ്ട്. ടെഡി ബിയറിന് ഇങ്ങനെ തലോടിയാണ്, മോനില്ലല്ലോ അതിൻ്റെ അകത്ത്. ടെഡി ബിയറിനെ, മോൻ ജയിലിലാണ്, ടെഡി ബിയറിനെ പതിയെ തലോടിയിട്ട് അതിനിങ്ങനെ കഴുത്തുവരെ മൂടിക്കൊടുത്തിട്ട് പുതച്ചു കൊടുത്തിട്ട് പൊട്ടി കരയാണ്. ആ പൊട്ടി കരയുന്ന സീനൊരു ഭയങ്കര സീനാണത്. അതിനുശേഷം അദ്ദേഹം പറയാണ്, ഐ ആം സോറി സൺ, മോനെ എന്നോട് ക്ഷമിക്കണം, എന്നോട് പൊറുക്കണം, ഐ കുഡ് ഹാവ് ഡൺ ബെറ്റർ, എനിക്ക് അല്പം കൂടി നല്ലൊരു രക്ഷിതാവാകാമായിരുന്നു എന്ന് അദ്ദേഹം പറയാണ്. ഇതൊരു രക്ഷിതാവ് പറയേണ്ടി വരുന്ന അവസ്ഥ ഭയങ്കര സങ്കടകരമാണ്. നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, നമ്മൾ മൊബൈലിൽ തോണ്ടുന്ന സമയം നമ്മുടെ കുട്ടിക്ക് കൂടി അവകാശപ്പെട്ടാണ്. നമുക്കതൊരു ഇറിറ്റേഷൻ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ പിന്നെ നമ്മളെ അടുത്ത് വന്ന് ശല്യം ചെയ്യാൻ നിൽക്കൂല. അവൻ്റെ ലോകത്തേക്ക് പോകും. കുറച്ചൊക്കെ അടുത്ത് വന്ന് നോക്കും, മോനെ നീ മാറിയിരിക്കും, ഞാനിതൊന്ന് കാണട്ടെ, ഒന്ന് നോക്കട്ടെ. ഒരു ശരാശരി മലയാളി യുവാവ് സ്ക്രീനിന് മുമ്പിൽ ചെലവഴിക്കുന്ന സമയം പഠനങ്ങൾ പറയുന്നത് 6 to 8 hours-ആണെന്നാണ്. 6 മുതൽ 8 വരെ മണിക്കൂർ എന്ന് വെച്ചാൽ ആയുസിൻ്റെ 1/3. 60 വർഷം ജീവിക്കുന്ന ഒരു മനുഷ്യൻ 20 വർഷം സ്ക്രീനിൻ്റെ മുമ്പിലായിരിക്കുന്നതാണ് ആ പഠനം തെളിയിക്കുന്നത്. അതിനിടയിൽ നിങ്ങളുടെ മക്കൾ വന്ന് പോയിട്ടുണ്ടാവും, അവർ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അവർ തലോടൽ ആഗ്രഹിച്ചിട്ടുണ്ടാവും, നിങ്ങൾ തലോടിയിട്ടുണ്ടാവില്ല. അവരൊരു ആലിംഗനം കൊതിച്ചിട്ടുണ്ടാവും, നിങ്ങൾക്കതിൻ്റെ സമയം കിട്ടിയിട്ടുണ്ടാവില്ല. ഞാൻ പറയുന്നത്, സ്ക്രീനിൽ നിന്ന് കണ്ണെടുത്ത് കുഞ്ഞുങ്ങളുടെ മുഖത്തേക്ക് നോക്കുക. ഒരുപാട് മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. റിപ്പിൾസ് എന്ന് പറഞ്ഞാൽ അലകളാണ്, അല്ലേ? അലകൾ, ചെറിയ വേവ്സിനാണ് റിപ്പിൾസ് എന്ന് പറയുക. നമ്മൾ ചെറിയ റിപ്പിൾസ് മാത്രമേ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ അതിൽ കൂടുതൽ പ്രതീക്ഷിക്കരുത്. ആ റിപ്പിൾസിനെ വേവാക്കി മാറ്റേണ്ടത് പാരൻസാണ്. നമ്മളെല്ലാം ടീച്ചേഴ്സിനെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.
അവർക്ക് ഓടിക്കളിക്കാൻ നമ്മുടെ വീട്ടിൽ ഗ്രൗണ്ടില്ല, അവർക്ക് നടന്നു കളിക്കാൻ പറമ്പില്ല, കയറാൻ മാവില്ല. അവർ ഫ്ലാറ്റിനകത്തും ചെറിയ വീടിനകത്തുമാണ് ജീവിക്കുന്നത്. മാഡം പറഞ്ഞു ഒരു ദിവസം അവർ സ്കൂളിൽ വരുമ്പോൾ ഗ്രൗണ്ടൊക്കെ കാണുമ്പോൾ ഒരു ആർത്തി പോലെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. സത്യമാണത്. കാരണം അവർക്ക് വേറെ അവസരങ്ങളില്ല. അവർക്കുള്ളത് നമ്മളാണ്, നമ്മുടെ കണ്ണുകളാണ്, നമ്മുടെ മുഖമാണ്, നമ്മുടെ ഹൃദയമാണ്, നമ്മുടെ ആലിംഗനമാണ്, നമ്മുടെ ആശ്ലേഷമാണ്. അതെങ്കിലും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് എന്താ പിന്നെ ഉണ്ടാവുക? തീർച്ചയായിട്ടും നിങ്ങളത് നൽകുന്നു എന്ന് എനിക്കറിയാം. കൂടുതൽ നല്ല പാരൻസായി മാറാൻ, കൂടുതൽ നല്ല മക്കളെ വളർത്താൻ, കൂടുതൽ നല്ല ജനറേഷനെ രൂപീകരിച്ചെടുക്കാൻ റിപ്പിൾസിനോടൊപ്പം ചേർന്നുകൊണ്ട് നമുക്കും സാധിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. കൺഗ്രാജുലേഷൻസ് ഫോർ ദിസ് പ്രോഗ്രാം. താങ്ക് യു വെരി മച്ച്. Thank you, sir, for your valuable words and constant support. We have Mr. Salahuddin, the PTA President of Al Haramain English School, to offer the felicitation. Sir, please. Assalamu alaikum wa rahmatullahi wa barakatuh. Good morning all. റിപ്പിൾസിൻ്റെയും അൽ ഹറമൈൻ ഇംഗ്ലീഷ് സ്കൂളിൻ്റെയും 2 ദിവസം നീണ്ടു നിൽക്കുന്ന ആനുവൽ ഡേ PTA സംബന്ധിച്ച് വളരെ സന്തോഷവും അഭിമാനവുമുള്ള നിമിഷമാണ്. ഇവിടെ സ്വാഗത പ്രഭാഷകൻ സൂചിപ്പിച്ചതും ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുമായ മുഴുവൻ കാര്യങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് നമുക്ക് പറയാവുന്ന സംഗതി, ഏറെ ആശങ്കകളുള്ള ഒരു ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന പാരൻസ് പ്രതീക്ഷയോടുകൂടി തങ്ങളുടെ മക്കളെ പറഞ്ഞുവിടാവുന്ന ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനമാണ് റിപ്പിൾസ് കിൻഡർ ഗാർഡനും അൽ ഹറമൈൻ ഇംഗ്ലീഷ് സ്കൂളും. ഇവിടെ മാനേജ്മെൻറ്റ് ഉയർത്തിപ്പിടിക്കുന്ന വാല്യൂസ് അത് കൃത്യമായി നമ്മുടെ രക്ഷിതാക്കളിലും ടീച്ചേഴ്സിലും സ്റ്റുഡൻസിലും വേണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ട്രസ്റ്റാണ് ഈ സ്കൂൾ നടത്തിക്കൊണ്ടുവരുന്നത്. PTA സംബന്ധിച്ച് എല്ലാ അർത്ഥത്തിലുള്ള സപ്പോർട്ടും ഈ സ്ഥാപനത്തിന് വേണ്ടി നൽകി വരുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് PTA മുന്നോട്ട് വെക്കുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും സ്കൂൾ അധികൃതരും മാനേജ്മെൻറ്റും വളരെ തുറന്ന മനസ്സോടു കൂടിയാണ് സമീപിക്കാറുള്ളത് എന്ന് ഈ അവസരത്തിൽ നന്ദിയോടെ കൃതജ്ഞതയോടെ അഭിമാന പുരസ്കാരം നിങ്ങൾക്ക് മുമ്പിൽ പ്രസ്താവിക്കുകയാണ്. ഇന്ന് ഈ റിപ്പിൾസിൻ്റെ ആനുവൽ ഡേ കഴിഞ്ഞാൽ തൊട്ടുടനെ പാരൻസ് ഡേ ആണ്. ഈ സ്കൂളും മാനേജ്മെൻറ്റും പാരൻസിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നത് നമുക്ക് കാണാവുന്ന ഒരു വലിയ നിദർശനമാണ്. പല സ്ഥലങ്ങളിലും നമുക്കറിയാം സ്ഥാപനങ്ങൾ നടത്തുന്ന ലാഭത്തിന് വേണ്ടിയാണ്. പക്ഷെ ലാഭം എന്നത് ഒരു മോട്ടീവല്ലാത്ത, സർവീസ് എന്നത് ഏറ്റവും വലിയ മോട്ടീവായി ഉന്നയിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു മാനേജ്മെൻറ്റിൽ നിന്ന് മാത്രമേ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും രക്ഷിതാക്കളെയും ഒരുമിച്ച് നിർത്താവുന്ന ഒരു പുതിയ തലത്തിലേക്ക് വളർന്നു വരാൻ സാധിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഉച്ചയ്ക്ക് ശേഷം പാരൻസ് ഡേ ആണ്. നമ്മളെല്ലാവരും നമ്മുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാവുന്ന, സന്തോഷിക്കാവുന്ന ഒരവസരത്തിന് കൂടി മാനേജ്മെൻറ്റ് നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ്. ഞാൻ അതിലേക്ക് മുഴുവൻ പാരൻസിനെയും ഈ സന്ദർഭത്തിൽ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ സാന്നിധ്യം, നമ്മുടെ സപ്പോർട്ട്, നമ്മുടെ നല്ല വാക്കുകളാണ് ഈ സ്കൂളിനും മാനേജ്മെൻറ്റിനും കൊടുക്കാവുന്ന ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നാളെ ഹറമൈൻ്റെ പരിപാടിയിലും നമുക്ക് അതിൻ്റെ സന്തോഷവും ആനന്ദവും ഉൾക്കൊള്ളാൻ സാധിക്കും. ഈ സെഷൻ കഴിഞ്ഞാൽ ഈ മനോഹരമായ ഈ കലാവിരുന്ന് ആസ്വദിക്കുന്നതോടൊപ്പം തന്നെ PTA നിങ്ങൾക്ക് വേണ്ടി നല്ല സ്വാദിഷ്ടമായ ഫുഡ് കോർട്ട് കൂടി ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതും ഞാൻ ഈ അവസരത്തെ നിങ്ങളെ അറിയിക്കുകയാണ്. എല്ലാ വിഭവങ്ങളും വളരെ സന്തോഷത്തോടു കൂടി ഒരൊറ്റ ഫാമിലി എന്ന അർത്ഥത്തിൽ
ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ 2 ദിവസം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ദിനങ്ങളായിക്കൊണ്ട് മാറ്റുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അവരുടെ കലാപരമായ കഴിവുകൾ ഏറ്റവും നല്ല രീതിയിൽ പ്രദർശിപ്പിക്കുവാൻ സഹായം ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് PTA എല്ലാവിധ ആശീർവാദങ്ങളും പിന്തുണയും പ്രാർത്ഥനയും അറിയിച്ചുകൊണ്ട് സമാപിക്കുന്നു. ജയ് ഹിന്ദ്. The word of thanks. Assalamu alaikum wa rahmatullah. Good morning, everyone. Respected Chief Guest, Mr. Mohammad Najib, esteemed dignitaries, respected principal, teachers, parents, and my dear children. On behalf of Ripples Kindergarten, I express my heartfelt gratitude to everyone who made this program meaningful and successful. We are truly honored by the presence of our Chief Guest, Mr. Mohammad Najib, manager of Al Haramain English School. We sincerely thank you, sir, for your inspiring keynote address. Our sincere thanks to Mrs. Mufida for the beautiful Qiraat and Mr. Noor, Head Academic Council, for the warm welcome address, and Mrs. Najma Rashid, Principal of Ripples Kindergarten, for the presentation of annual report. We also thank Mr. Salahuddin, PTA President of Al Haramain English School, for the felicitation. We respectfully acknowledge Mrs. Babida Praveen, Principal in charge, Al Haramain English School, and all management members, Secretary and PTA and MPTA President for their constant support. Finally, I thank our teachers, staff, parents, and our lovely children for their cooperation and efforts. Thank you all and have a wonderful day. Assalamu alaikum. Thank you, Ms. Amina.